അവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ദൈവസഭയുടെ മുന്നിൽ, കാരണം ദൈവസഭ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആ പ്രാർത്ഥിച്ച ദൈവസഭയുടെയും ദൈവസന്നിധിയിലും കൊണ്ടുവന്ന് അവരെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവരെ മടക്കി മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി അവരുടെ കയ്യിൽ വളർത്തിയെടുക്കുവാൻ മടക്കി നൽകുന്ന ഒരു മഹനീയ ശുശ്രൂഷയാണ് ഈ ശിശുപ്രതിഷ്ഠ എന്ന് പറയുന്നത്. തിരുവചനം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ അതിനൊരു പക്ഷേ വിവിധമായ നിലയിൽ അതിന് പ്രമാണമുണ്ടായിരുന്നു. ലേവ്യ പുസ്തകം നമ്മൾ പഠിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ സ്തോത്രം വായിക്കണ്ട, 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കുഞ്ഞുങ്ങളെ ആലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിന് ഒരു പ്രമാണമുണ്ടായിരുന്നു. അത് വെറും കൈയോടെ അല്ല അവർ വരുന്നത്. അന്ന് അവർ വരുമ്പോൾ അവരുടെ പ്രാപ്തിക്കനുസരിച്ച് ഒരു പ്രാവിനെയോ ഒരാട്ടുകൊറ്റനെയോ കൊണ്ടുവന്ന് ആലയത്തിൽ കൊണ്ടുവന്ന് യാഗം കഴിച്ച് ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു പ്രമാണം പഴയ നിയമത്തിലുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അപ്രകാരം ഒരു പ്രമാണം കാണാൻ കഴിയുന്നില്ലെങ്കിലും മാതാപിതാക്കളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എന്തായിരുന്നു ആഗ്രഹം? യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്ന് യേശു അവരുടെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിക്കണമെന്ന് ആരാഗ്രഹിച്ചു? മാതാപിതാക്കൾ ആഗ്രഹിച്ചു, അല്ലേ? അതാണ് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പം ചോദിക്കും, അതിന് ഇമ്പോർട്ടൻസ്, ആ അനുഗ്രഹത്തിനൊരു പ്രാധാന്യതയുണ്ട്. യേശുവല്ലേ അവൻ എപ്പോഴും കുഞ്ഞുങ്ങൾ കൂടെയുണ്ട്, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കില്ലയോ എന്ന് ചിന്തിച്ചവർ മാറി നിന്നില്ല. അവർക്ക് ലഭിച്ച അവസരം എന്ത് ചെയ്തു? അവരുടെ തലമുറയെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ കരം തൊട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. ആ അനുഗ്രഹത്തിന്റെ പ്രസക്തിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിന് മാതൃകയായി ഇത് മനസ്സിലാക്കണം, ശിശുപ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിശുസ്നാനമല്ല, അതിന് ഈക്വൽ അല്ല. ശിശുപ്രതിഷ്ഠ എന്ന് പറയുന്നത് പരിശോധനയല്ല. ശിശുപ്രതിഷ്ഠ എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകാനുള്ള ചീട്ടല്ല. സ്തോത്രം, ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ചീട്ടൊക്കെ കൊടുക്കുക, ശിശുസ്നാനം അല്ലെങ്കിൽ ശിശുസ്നാനത്തോടു കൂടി സ്തോത്രം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള ചീട്ട് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല. അതൊക്കെ വചനത്തിന് വിരുദ്ധമാണ്. അതൊന്നും വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഈ ശിശുപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഈ ശിശുവിനെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ സ്തോത്രം, ഇവിടെ വാസ്തവത്തിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? അവരെ ദൈവസന്നിധിയിൽ ദൈവസഭയുടെ മുന്നിൽ കൊണ്ടുവന്ന് ദൈവത്തിന് നന്ദി അർപ്പിച്ച്, കാരണം കഴിഞ്ഞ 9 മാസം ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ദൈവം ആ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു. ഇതിന്റെ മധ്യത്തിൽ എന്തെല്ലാം സംഭവിക്കാമായിരുന്നു, എന്നാൽ ഒന്നും സംഭവിക്കാതെ ഉരുവാക്കിയ കുഞ്ഞിനെ ആരോഗ്യത്തോടെ ബലത്തോടെ, ഹല്ലേലൂയ, അവരുടെ കരങ്ങളിൽ ലയിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയെങ്കിൽ ആ കുഞ്ഞുമായ ആലയത്തിലേക്ക് കടന്നു വന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹം വളരെ വ്യത്യസ്തമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ അങ്ങനെ പ്രാർത്ഥിച്ച് പദ്യോപദേശത്തിൽ വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്തത്തെ പുതുക്കി അവരുടെ പക്കൽ മടക്കി ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവരുടെ ഉത്തരവാദിത്തത്തെ തലമുറയെ വളർത്തിയെടുക്കുവാനുള്ള ചില ആത്മീയ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒരു മാതാവും പിതാവുമായി കഴിയുമ്പോൾ നമ്മളിൽ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ല ഒരു മാതാവായിരിക്കണം, നല്ല ഒരു പിതാവായിരിക്കണമെന്നാണ്. നല്ല പേരൻറ്റിങ് നമുക്ക് ആവശ്യമാണ്, അല്ലേ? സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ നല്ലൊരു പേരൻ്റാണോ? എല്ലാവരോടും ചോദിക്കുന്നത്, നിങ്ങൾ നല്ലൊരു പേരൻ്റാണോ? നല്ല ഒരു പേരൻറ്റിൻ്റെ കൈയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം. എക്സലൻ്റ് സക്സീഡ് പേരൻറ്റ്. ഞാൻ നല്ല ഒരു പേരൻ്റാണെന്ന് പറയാൻ കഴിയുന്നവരൊന്ന് കൈ നോക്കിക്കൊള്ളാം. ആരുമില്ലേ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ നല്ല ഒരു പേരൻ്റാണോ എന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളുമായിട്ടൊന്ന് വിലയിരുത്തി നോക്കണം. ആമേൻ. ഞാൻ പറയാം, നിങ്ങളെ നല്ല ഒരു പേരൻ്റാണെന്ന് എപ്പോഴാണ് എനിക്ക് പറയാൻ പറ്റും. എന്നാണെന്നറിയാമോ? ഇപ്പോഴും ഒന്നല്ല, ഈ കൈ കിട്ടിയിരിക്കുന്ന ഇപ്പോൾ കിട്ടിയ 6 മാസം 8 മാസമുള്ള ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, 2 മാസമൊക്കെ ആ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരു 15 വയസ്സ്, ഒരു 16 വയസ്സ്, ഒരു 18 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ മുട്ടുമടക്കാൻ അവനുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ആരാധിക്കാൻ അവൻ ആലയത്തിനകത്ത് കയറുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ നിന്റെ കൂടെ മുട്ടുമടക്കാൻ ഉണ്ടെങ്കിൽ, ഞാൻ പറയാം, നീ വിജയിച്ച ഒരു മാതാവും പിതാവുമാണെന്ന്. സ്തോത്രം.
കാരണം ഇന്ന് ഒത്തിരി, പ്രത്യേകിച്ച് ഈ രാജ്യത്ത് കടന്നു വന്നപ്പോൾ ദുഃഖകരമായ അവസ്ഥ, എത്രയോ കുഞ്ഞുങ്ങൾ ആരാധിക്കാൻ അപ്പനോടും അമ്മയോടും ഇല്ലാതിരിക്കുന്ന ഒത്തിരി കുടുംബം, കണ്ണുനീരിൽ കഴിയുന്ന കുടുംബങ്ങൾ എനിക്കറിയാം. മുൻനിരയിൽ നിന്നിട്ട് തലമുറകൾ തെറ്റിപ്പോയ ഒത്തിരി കുടുംബങ്ങൾ, പേരന്റിങ് പരാജയപ്പെട്ടു പോയി. സ്തോത്രം. എന്തുകൊണ്ട് ഞാൻ ഇക്കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നത് ചോദിച്ചാൽ, ഇന്ന് നിങ്ങൾ പരാജയപ്പെട്ടാൽ, ഇന്ന് നിങ്ങൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിൽ നാളെ നിങ്ങൾ കരയേണ്ടി വരും, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കുവാനാണ് ഇന്ന് പകൽക്കാലം ഇങ്ങനെയുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. സ്തോത്രം. ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് ദുഃഖത്തിൽ കഴിയുന്നുണ്ട്. സ്തോത്രം. സഭയ്ക്കകത്ത് വരുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ മാന്യരാ, ഇരിക്കുന്ന എല്ലാം നല്ല മിടുക്കം പിള്ളേരാ, മിടുക്കി പിള്ളേരുവാ. ഓക്കെ, നിങ്ങളെല്ലാവരും മിടുക്കരാണ്. പക്ഷേ സഭയിൽ നിന്ന് പുറത്തിറങ്ങി അപ്പനും അമ്മയും ഇല്ലാതെ അവരെ ഹൈഡ് ചെയ്ത് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവിടെയാണ് നമുക്കറിയേണ്ടത്. സ്തോത്രം. അപ്പനെയും അമ്മയും മാറ്റിവെച്ച് കാണാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? ഹലോ, അതെപ്പോഴാണ് നോക്കണമെന്ന് അറിയാമോ? ഈ ഫോണ് ചോദിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ എത്ര പേരുടെ ഫോണ് കറക്റ്റ് അപ്പൻ്റെ അമ്മയും ധൈര്യത്തോടെ മമ്മി നോക്കെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, സ്തോത്രം. അങ്ങനെ കൈ വെക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കൈ വെക്കരെ ഒന്ന് അമ്മയും വെക്കൊന്ന് നോക്കണേ, അമ്മമാരൊന്ന് നോക്കണേ. ചുമ്മാ കൈ വെക്കല്ല, ഈ അപ്പന്മാരെ ഒന്ന് നോക്കണേ. എന്ന് കഴിയുമ്പം ഇത് മുന്നേ ഡിലീറ്റ് ചെയ്തിട്ടല്ല, അല്ലാതൊന്ന് ഇവരെ പോലെ ക്ലെവർ വേറെ ആരുമില്ല. ഇന്നത്തെ അപ്പനും അമ്മയൊക്കെ ഒത്തിരി എന്തുവാ ചീറ്റ് ചെയ്യപ്പെടുക. ഐ എം നോട്ട് ജോക്കിങ്. നമ്മളെ അവർ പലരും മടയന്മാരെയൊക്കെ കാണുന്നേ. അവർ ഭയങ്കര സ്മാർട്ടാ. വെരി കെയർഫുൾ. പാരൻസ്, നിങ്ങൾ ശ്രദ്ധിക്കണം, അവരെക്കാൾ സ്മാർട്ട് ആവണം നമ്മൾ. സ്തോത്രം. ഹല്ലേലൂയ. ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ സംഭവിക്കും, നടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഇന്ന് പകൽ നമ്മൾ ജയിച്ച ഒരു മാതാവും പിതാവുമാണോ, അതോ പരാജയപ്പെട്ട ഒരു മാതാവും പിതാവാണോ? തിരുവചനത്തിനകത്ത് സക്സസ് ആയ പേരൻസിനെ കുറിച്ച് കാണുന്നുണ്ട്, ഫെയിലിയർ ആയ പേരൻസിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. തിരുവചനം പഠിച്ചാൽ മതി. ജയിച്ച മക്കളെ ദൈവകൃപയിൽ നിർത്തിയ അപ്പനുമാരുണ്ട്, തകർന്നുപോയ അപ്പനുമാരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഇവിടെ ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന, ഇപ്പോൾ പല കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ നാളുകളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന മറ്റൊരു ചിന്തയിലേക്ക് എന്നെ ഡൈവേർട്ട് ചെയ്തത് ഒരു തീമായിട്ട് ഞാൻ എടുക്കാൻ താല്പര്യപ്പെടുകയാണ്. അന്ന് അടുത്ത പേജ്. സ്തോത്രം. ഇല്ലേ? എൻ്റെ തീമായിട്ട് ഞാൻ എടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നത് how to raise a godly generation in an ungodly world. ഈ അധപ്പതിച്ച അധാർമികതയുള്ള ഈ ലോകത്തിൽ ഒരു ദൈവികമായ തലമുറയെ എങ്ങനെ വളർത്തിയെടുത്താൻ കഴിയും? അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ അൺഗോഡ്ലി വേൾഡ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇന്ന് നമ്മൾ പാർക്കുന്ന ഈ രാജ്യം, സ്കൂളിൽ ചെന്നാൽ അവർക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ ദൈവിക മൂല്യങ്ങളെ മറികടക്കുന്നതാ. അവരുടെ കൂടെ കിട്ടുന്ന ഫ്രണ്ട്സ് ദൈവമില്ലാതെ ദൈവത്തിന് അന്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന ദുർമാർഗമായ മണ്ഡലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാ. ചുരുക്കത്തിൽ അവർ ഫോൺ തുറന്നാൽ അവർക്ക് ലഭിക്കുന്നത് മറ്റു പലതുമാണ്, ലാപ്ടോപ്പ് തുറന്നാൽ കിട്ടുന്നത് മറ്റു പലതുമാണ്. ഇങ്ങനെ ഏത് തലത്തിലും ഒരു ദൈവികമല്ലാത്തൊരു ലോകത്തിലാ നമ്മുടെ തലമുറകൾ വളർന്നു വരുന്നത്. ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് ലഭിച്ച ഈ തലമുറകളെ എങ്ങനെ ദൈവികമായ പാതയിൽ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാ വേഗത്തിൽ ഞാൻ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. അതിൽ നമ്മൾ ഒന്നാമതായി the first thing we want to do, how to raise a godly generation in an ungodly world. Number one, to be a responsible family or parent. ഒന്നാമത്തെ കാര്യം, ഉത്തരവാദിത്വമുള്ള മാതാവും പിതാവുമായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ദൈവം തലമുറകളെ നൽകുമ്പോൾ ഹല്ലേലൂയ മാതാപിതാക്കൾക്ക് ചില ഉത്തരവാദിത്വം കൂടി നൽകിയിട്ടുണ്ട്.
കുടുംബജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ, കല്യാണം കഴിച്ചപ്പോൾ പറഞ്ഞില്ലേ നിനക്ക് ചില കടപ്പാടുകളുണ്ടെന്ന്? പറഞ്ഞല്ലോ. ഭർത്താവിന് ചില കടപ്പാടുകളുണ്ട്, ഭാര്യയ്ക്ക് ചില കടപ്പാടുകളുണ്ട്. നീ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഭർത്താവ് എന്ന നിലയിൽ നിനക്ക് ചില ഉത്തരവാദിത്വമുണ്ട്, ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ നിനക്ക് തലമുറയെ ലഭിച്ചു കഴിയുമ്പോൾ ഒരു പിതാവെന്ന നിലയിൽ നിനക്ക് ചില ഉത്തരവാദിത്വമുണ്ട്, മാതാവെന്ന നിലയിൽ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്വമുണ്ട്, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കല്യാണം കഴിച്ചു കഴിയുമ്പം ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഉത്തരവാദിത്വമുള്ള ഉള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങളെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്വം കൂടുക. സിനോയെ ഓർത്തോ, ഇന്നലെ വരെ ഉത്തരവാദിത്വമല്ല, ഇനി കൂടുതൽ ഉത്തരവാദിത്വം കേൾക്കാൻ പോവുക. സ്തോത്രം, ഉത്തരവാദിത്വം കൂടി. ഇനി എൻ്റെ ജോലിയാ, എനിക്കിതിന് സമയമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കണമേ, ജോലിക്ക് ഓടുമ്പോഴും ഓർത്തോണം, അതിനേക്കാൾ ഉപരി ഒരു ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ജോലി വേണം വേണ്ട എന്നല്ല, പക്ഷേ അതിനേക്കാൾ ഉപരി ചില റെസ്പോൺസിബിലിറ്റി ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് സ്തോത്രം, ഉത്തരവാദിത്വം ദൈവം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ നൽകിയിരിക്കുമ്പോൾ തലമുറയെ ദൈവവചനത്തിലും പഥ്യോപദേശത്തിലും വളർത്തി ദൈവസന്നിധിയിൽ കൊണ്ടെത്തിച്ച ഗോൾലി ചിൽഡ്രനാക്കി വളർത്തിയെടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ആർക്കുള്ളതാണെന്നറിയാമോ? പേരൻസിനുള്ളതാ. ഈ ഉത്തരവാദിത്വം ആരുടെ മേലും പഴിയാരരുത്. ചിലർ ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചാൽ മതി, കുഞ്ഞുങ്ങൾ വീട്ടിൽ വളർന്നോളും, അവരെ പഠിപ്പിക്കേണ്ടത് സഭയാ. നോ. അവരെ പഠിപ്പിക്കേണ്ടത് സൺഡേ സ്കൂൾ അധ്യാപകരാ. നോ. അവരെ പഠിപ്പിക്കേണ്ട, ദൈവവചനം പഠിപ്പിക്കേണ്ട സ്തോത്രം ഉത്തരവാദിത്വം അവരുടെ മാതാപിതാക്കൾക്കുള്ളതാ. മറന്നു പോകരുത്. സ്തോത്രം. അപ്പോ ഈ കാലഘട്ടത്തിന്റെ പരാജയം, വഴിതെറ്റിപ്പോകുന്ന തലമുറയുടെ കാരണം, നാശത്തിന് കാരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളാ. സ്തോത്രം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഇന്ന് ഈ രാജ്യം വന്നു നിൽക്കുന്ന സ്ഥിതി നമുക്കറിയാം. എന്താണ് പരാജയം? ഉത്തരവാദിത്വ ബോധ്യം നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ പിൽക്കാലത്തെ നശിച്ചുപോയ തലമുറകൾക്ക് കാരണമായി മാറി. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാവിനും പിതാവിനും ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതിന് എന്തുണ്ട്? തുല്യ ഉത്തരവാദിത്വമുണ്ട്. തുല്യ ഉത്തരവാദിത്വം. നമ്മൾ വായിച്ച ഒരു വേദഭാഗം സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 21-22 വാക്യങ്ങൾ. സോറി, ഞാൻ ചോദിക്കുന്നത് പ്രോവർബ്സ്. വായിച്ചോ. അവിടെ മകനെ നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും മതി. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അപ്പന്റെ കൽപ്പന പ്രമാണിക്ക. രണ്ട്, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും. So the father, there is a father who is there to give the command. ചില കൽപ്പന കൊടുക്കുന്ന അപ്പന്മാര്. പറയാ, മകനെ അപ്പന്റെ എന്ത് മറക്കരുത്? കൽപ്പന മറക്കരുത്. അപ്പം കൽപ്പിക്കാൻ അപ്പനുണ്ടെങ്കിലേ മക്കള് കൽപ്പന മറക്കാതിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഒരു പിതാവിന് ഒരു അതോറിറ്റി ഉണ്ട്. എന്താ അതോറിറ്റിയാ? മക്കളുടെ മേൽ ഒരു അധികാരമുണ്ട് കൽപ്പിക്കാൻ. ഒരു പിതാവിന് ഒരു പൊസിഷനുണ്ട്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചോളം ഒരു കുടുംബത്തിൽ അവനൊരു സ്ഥാനമുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ ഒരു പിതാവിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചേ, ഈ ഉത്തരവാദിത്വം മറന്നു പോകരുത്. യു ആർ ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ഇത് അമ്മ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. എന്താ? അപ്പനാണ് കുടുംബത്തിൻ്റെ നാഥൻ. സ്തോത്രം. ഇത് പറഞ്ഞു കൊടുത്താലേ കുഞ്ഞുങ്ങള് അപ്പനെ നാഥനായി കാണത്തുള്ളൂ. ഇത് ഇന്നത്തെ കാലഘട്ടത്തിലെ പരാജയം. സ്തോത്രം. പിതാവേ, സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നിങ്ങൾ മക്കൾ പറയുന്നത് കേട്ട നിങ്ങൾ നിങ്ങളുടെ സ്റ്റീറിംഗ് പിടിക്കുന്നതെങ്കിൽ, സ്തോത്രം, നാളെ അവർ പിടിക്കുന്നിടത്തോട്ട് നിങ്ങൾ പോകേണ്ടി വരും.
ഒരു വീട്ടിൽ അധികാരം ആർക്കാ? മക്കൾക്കാണോ അപ്പനാണോ? നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നത് മക്കൾ പറഞ്ഞത് കേട്ടാണോ അതോ നിങ്ങൾ പറഞ്ഞത് മക്കൾ കേട്ടാണോ പോകേണ്ടത്? ഹലോ, സൺഡേ സ്കൂളിൽ വരുമ്പം കൊച്ചു പറയാ, പപ്പ ഇന്ന് ഞാൻ പോകുന്നില്ല. എന്നാ പിന്നെ മോൻ പോണ്ട. ആരാ അവിടെ റൂൾ ചെയ്തേ? ഹലോ, കമോൺ, ആരാ അവിടെ റൂൾ ചെയ്തേ? കൊച്ചു ജയിച്ചു. കുറേ കഴിയുമ്പം ഇത്തിരി കൂടെ അതിനേക്കാളും അധികം പറയും. അപ്പം നമ്മൾ വീണ്ടും അംഗീകരിക്കേണ്ടി വരും. സോ മറക്കരുത്, as a father you have the authority. Use that authority. മക്കളുടെ മേലൊരു അധികാരം നിനക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കഴിവുകറ്റ പിതാക്കന്മാരായി പോകരുത്. ബിക്കോസ് ഗോഡ് ഹാസ് ഗിവൺ ദാറ്റ് അതോറിറ്റി ടു യു. ദൈവം പറയാണ്, പിതാവേ, നിന്നെ ദൈവം ആക്കിയിരിക്കുന്ന ചില കൽപ്പനകൾ നിന്റെ മകനിലേക്ക് കൈമാറ്റം ചെയ്യാനാ. നിന്റെ മേലൊരു അധികാരമുണ്ട്, അത് മറന്നു പോകരുത്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ പറയുന്നത് കേട്ട് ചിട്ടയിൽ മക്കളെ വളർത്തണം. വീട്ടിനകത്തൊരു ചിട്ട വേണം കേട്ടോ. വളർത്തുന്നത് എന്ത് വേണം? ഒരു ചിട്ട വേണം, ഒരു ഓർഡർ വേണം. ഇത് വീട്ടിൽ മക്കൾക്ക് ഓർഡർ, അപ്പനും അമ്മയ്ക്കും ഓർഡർ ഇല്ല, പിന്നെ അങ്ങനെ മക്കൾക്ക് ഓർഡർ വരുന്നേ? ഇതെല്ലാം വരണം, ഒരു ഓർഡർ വേണം. ഹല്ലേലൂയ. അപ്പോൾ കൽപ്പിക്കാൻ ഒരു പിതാവ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, മകനെ നിന്റെ പ്രമാണിക്കുക. രണ്ടാമത്, സോ അവിടെ ഒന്നാമത് അപ്പൻ കൽപ്പിക്കാനുള്ള അപ്പൻ. രണ്ടാമത് അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും. അമ്മയുടെ ഉപദേശം. അപ്പൊ ഉപദേശിക്കേണ്ട ആരാ? ഉപദേശിക്കേണ്ട ആരാ? ഹലോ, അമ്മമാരുടെ ആരും ശബ്ദം പുറത്തോട്ട് വരുന്നില്ലല്ലോ. മക്കളെ ഉപദേശിക്കേണ്ട കടമ ആർക്കാണെന്ന് വല്ലതും ഉപദേശിക്കാറുണ്ടോ? സ്തോത്രം. ഇത് മക്കളെ ഉപദേശിക്കുമ്പം ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചേ, അമ്മമാരോട് പറയാ, മക്കളെ അമ്മയുടെ ഉപദേശം എന്ത് ചെയ്യരുത്? നീ മറക്കരുത്. സ്തോത്രം. തിരുവചനം നമ്മൾ പഠിച്ചാൽ ഉപദേശം കൊടുത്തു വളർത്തിക്കൊണ്ടുവന്ന ഒത്തിരി അമ്മമാരെ നമുക്ക് കാണാൻ കഴിയും. ഒത്തിരി അമ്മമാരെ. രൂത്തിന്റെ പുസ്തകം 4:11 പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഇവരോട് പറയാ, 2 സഹോദരിമാരുടെ പേരെടുത്തിട്ട് പറയാ, ഇവരല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. ആരൊക്കെയാ? എടുത്തു പറയാ, ഇവരല്ലോ ഇത് പണിതത്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിന്റെ കാലഘട്ടത്തിൽ പൗലോസ് തന്റെ പിന്തുടർച്ചയ്ക്കായി ഒരുവനെ അഭിഷേകം ചെയ്യുവാൻ, അധികാരത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് പിടിച്ചുയർത്തുവാൻ അവൻ ആഗ്രഹിച്ചപ്പോൾ, സ്തോത്രം, നേതൃത്വം ഏൽപ്പിക്കാൻ തിമോഥെയോസിനെ തിരഞ്ഞെടുത്തപ്പോൾ അവനെ ഉപദേശം പഠിപ്പിച്ച 2 പേരുടെ പേരെടുത്തു പറയാൻ അവന് വിട്ടുപോയില്ല. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? സ്തോത്രം. 1 തിമോഥെയോസ് 2 തിമോഥെയോസ് 3. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. കണ്ടോ? അമ്മയിലും വലിയമ്മയിലും ഉണ്ടായ വിശ്വാസം ആരിലേക്ക്? ഉപദേശം എങ്ങോട്ട് വന്നു? മകനിലേക്ക് വന്നു, കൊച്ചുമകനിലേക്ക് വന്നു. സ്തോത്രം. മാതാപിതാക്കളുണ്ട്, വല്യപ്പച്ചനും വല്യമ്മച്ചുമാരുമായിട്ടും ഇതിനകത്തുണ്ട്. പറയട്ടെ, നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ഉപദേശം കൊടുക്കാൻ ഒരു പ്രായമുണ്ട്. ഈ പ്രായത്തിൽ ഉപദേശം കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവരെ പഠിപ്പിച്ചു ഉപദേശം. അവരെ ഉപദേശം പഠിപ്പിച്ചു. സ്തോത്രം. ഈ ഉത്തരവാദിത്വം അമ്മമാർക്കുള്ളതാ. നിങ്ങൾ എത്രമാത്രം ചെയ്യുന്നു? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ തലമുറകളെ പഠിപ്പിക്കുക എന്നുള്ളത്. ആമേൻ. ഈ ചരിത്രം നമ്മൾ പഠിച്ചാൽ സൂസന്ന വെസ്ലി എന്ന് പറയുന്ന ഒരു പച്ചയായ മാതാവ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. ഈ ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ അവരെ അറിയപ്പെടാൻ വളരെ ഈസിയാണ്. നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച 2 വ്യക്തികളുണ്ട്. ആരൊക്കെയാ? ജോൺ ആൻഡ് ചാൾസ് വെസ്ലി. അവരുടെ മാതാവാണ് സൂസന്ന വെസ്ലി. ഓക്കെ. ഈ കുടുംബത്തിന് എത്ര മക്കളുണ്ടെന്നറിയാമോ? നമുക്ക് 2, 3 കിട്ടിയപ്പോഴത്തേക്ക് അയ്യോ പാസ്റ്ററെ എങ്ങനെ ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നതെന്നാ. ഈ അമ്മയ്ക്ക് 19 മക്കളുണ്ടായിരുന്നു. 19 മക്കള്. 9 എണ്ണം ചെറുപ്പത്തിലേ മരിച്ചുപോയി. ബാക്കി 10 മക്കളുണ്ടായിരുന്നു. 10 മക്കള്. ഓക്കെ. നിങ്ങൾ വേണോ, ചരിത്രം പഠിച്ചാൽ ഏറ്റവും ഡിസിപ്ലിനായിട്ട് ഒരമ്മയെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന പേരാണ് സൂസന്ന വെസ്ലി. കാരണം
അവരത്രമാത്രം ഡിസിപ്ലിനിലാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത്, ഈ 10 മക്കളെയും വളർത്തിയത്. അവരുടെ പ്രമാണം എങ്ങനെയത്? എല്ലാത്തിനും ഒരു ചിട്ടയുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുവാനൊരു ചിട്ട ടൈം, വായിക്കുവാനൊരു പ്രമേയം, ഏത് കാര്യത്തിനും അവർ വളരെ ഷെഡ്യൂൾഡ് വെച്ചാ കാര്യങ്ങൾ ചെയ്തത്. നമുക്ക് എന്തോ ഷെഡ്യൂളാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്? വല്ലതും ഉണ്ടോ? സ്തോത്രം. ഇന്നത്തെ ഷെഡ്യൂളൊന്നും പറയണ്ട. ആമേൻ. ഒരു ഷെഡ്യൂളും ഇല്ലല്ലോ ഇന്ന്. സ്തോത്രം. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഇവർ ചെയ്യുന്ന കാര്യം ഉണ്ടായിരുന്നു. ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേർതിരിക്കും. വചനം പഠിപ്പിക്കാൻ വേർതിരിക്കും. പ്രാർത്ഥിക്കുന്ന വേറെ വിഷയം. 1 മണിക്കൂർ വെച്ച് ആഴ്ചയിൽ ഒരു കുഞ്ഞിന്. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂറായി? ഇനി കണക്ക് പഠിപ്പിക്കണോ? എത്ര മണിക്കൂറായി ഒരാഴ്ചയിൽ? ഒരു കുഞ്ഞിന് 1 മണിക്കൂർ വെച്ച് ഒരു ദിവസം 10 മണിക്കൂർ ആഴ്ചയിൽ ഈ അമ്മ ചെലവഴിച്ചു. ജസ്റ്റ് ഫോർ ടീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്, വചനം പഠിപ്പിക്കാൻ. ഓക്കെ, സ്തോത്രം. അപ്പോൾ ഇത്രയും ചിട്ടയായിട്ട് പ്രാർത്ഥനയും ഉണ്ടായിരുന്നു കൊണ്ടാ, അവരെ പഠിപ്പിച്ചത് കൊണ്ടാ പിൽക്കാലത്ത് സഭയുടെ ഉത്ഥാനത്തിനു വേണ്ടി വലിയ 2 മിഷണറിമാരെ ഉരുവാക്കിയത്. സ്തോത്രം. എ ഗോൾഡ്ലി ജനറേഷൻ ഉടലെടുക്കാൻ, അടുത്തൊരു തലമുറ ദൈവിക ഭാഗത്തിലേക്ക് വളർന്നു വരുവാൻ, പ്രിയ മാതാവേ, പ്രിയ സഹോദര, നമ്മൾ വചനം അവരെ പഠിപ്പിക്കാൻ, കൽപ്പിക്കാൻ, ഉപദേശിക്കാൻ പരാജയപ്പെട്ടു പോകരുത്. നീ ഇക്കാര്യം പരാജയപ്പെട്ടാൽ അടുത്ത ഒരു ജനറേഷനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയാതെ വരും. ഓക്കെ, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ രണ്ടാമത്തെ കാര്യം, in order to raise a godly children, parents must be godly example to their children. Okay, to their children. ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഈസി ആയിട്ടുള്ള മാർഗം ഏതാണെന്നറിയാമോ? ഈസി ആയിട്ട് പഠിക്കുന്ന ഏതാ? പറഞ്ഞു. കണ്ടുപഠിക്കുക. റൈറ്റ്, കണ്ടുപഠിക്കുക. പഠിപ്പിക്കുന്നതിനേക്കാൾ ഈസിയാണ്. നമ്മുടെയൊക്കെ കൊച്ചുകാലത്ത് വലിയ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് പഠിപ്പിച്ച്, പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വന്ന് ഞങ്ങളൊക്കെ നാട്ടിലുള്ള സമയത്ത് ഒരു സിസ്റ്റം വന്നു. എന്തുവാ CDP, ഏതൊരു പേര് പറഞ്ഞു നാട്ടിലൊക്കെ, എന്തുവാ അത് എന്തുവാ കൊണ്ടുവന്ന് കണ്ടുപഠിപ്പിക്കുക എന്ന പരിപാടി അല്ലേ? പ്രാക്ടിക്കലി കൊണ്ടുവന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു പരിപാടി. ഏതാണ്ടൊക്കെ ഒരു പേര് പറയുമോ അതിന്? എനിക്ക് ഓർമ്മയില്ല. DPP. DPEP. ഗുഡ്, മറന്നുപോയി അതൊക്കെ. സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഏറ്റവും ഈസി ആയിട്ട് നിങ്ങളൊരു ജോലിയിൽ പ്രവേശിച്ചാൽ ആദ്യത്തെ ഒരാഴ്ച എന്ത് ചെയ്യും? ഷാഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഡോ ടൈം അല്ലേ? എന്തിനാ ഇടുന്നേ? കണ്ടുപഠിക്കാൻ. ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും കണ്ടുപഠിക്കുന്ന ചിലരവിടെ ഉണ്ട്. ഏറ്റവും ഈസി ആയിട്ട് കണ്ടുപഠിക്കുന്ന മാർഗമാണ് സ്തോത്രം. പല കാര്യങ്ങളും നമ്മൾ കണ്ടുപഠിക്കുക. 2 രീതിയിലുള്ള പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് കേട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ പഠിച്ചു പഠിക്കുന്നുണ്ട്, കണ്ടുപഠിക്കുന്നുണ്ട്. നമ്മൾ എന്തായിരിക്കുന്നോ അതായിരിക്കും നമ്മുടെ തലമുറ. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ എന്തായിരിക്കുന്നോ അതായിരിക്കും നമ്മുടെ തലമുറ. നമ്മുടെ ജീവിതം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത ഒരു തലമുറ വളർന്നു വരുന്നത്. ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയാം, മാതൃകയില്ലാത്ത ഒരു മാതാവും പിതാവുമാണെങ്കിൽ, ഒരു ഭാര്യ ഭർത്തൃവാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ തലമുറകളും നല്ല മാതൃകയിൽ വളർന്നു വരത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, ഒത്തിരി കുടുംബങ്ങൾ വഴക്കും ഒച്ചപ്പാടും ബഹളവും ഐക്യതയില്ലായ്മയും പരസ്പരം ബഹുമാനമില്ലായ്മയും സ്നേഹമില്ലായ്മയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കുടുംബങ്ങളാണ് ഇന്ന് പല കുടുംബങ്ങളും. വീട്ടിൽ ഫൈറ്റിങ്ങാ. പാത്രം എടുത്തെറിയണോ, ഒച്ച ഉണ്ടാക്കണം. ചില ഭാര്യമാര് ഇവിടെ വന്നാലൊക്കെ ശാന്തമായിരിക്കണം, വീട്ടിലോട്ട് ചെല്ലണം. എൻ്റെ പൊന്നെ, സ്തോത്രം. ഭർത്താക്കന്മാരുടെ അരികെ ചാടുന്ന ചാട്ടം പുറത്തു വരുമ്പോൾ ഭയങ്കര കൊയറ്റാ. ശ്രദ്ധിക്കണേ. നീ പറയുന്ന ഓരോ വാക്കും അതുപോലെ ഒപ്പിയെടുക്കുന്ന ചിലർ പുറകിലുണ്ട്. നീ ഭർത്താവിന് കൊടുക്കുന്ന ബഹുമാനം എന്തെന്ന് നോക്കിയിരിക്കുന്ന ചില പെൺമക്കളുണ്ട്.
നീ എങ്ങനെ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുവെന്ന് അതുപോലെ ഒപ്പിയെടുക്കാൻ നോക്കിയിരിക്കുന്ന ചില ആൺമക്കൾ നിന്റെ പിറകിലുണ്ട്. Hallelujah. They are the imitators. They are learning from your life. മറന്നു പോകരുത്. സ്തോത്രം. വഴക്കും ഒച്ചപ്പാടും ഐക്യതയുമില്ലാത്ത കുടുംബത്തിൽ വളരുന്ന തലമുറയുടെ കാര്യമോർത്താൽ കഷ്ടം തോന്നാറുണ്ട്. സ്തോത്രം. നിവൃത്തി ഉണ്ടെങ്കിൽ തലമുറയുടെ മെച്ചിൽ വഴക്കിടരുത്. നിവൃത്തി ഉണ്ടെങ്കിൽ തലമുറയുടെ വെച്ച് സ്തോത്രം വാക്കേറ്റമുണ്ടാകരുത്. സഹോദരി, നിന്റെ ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം നിന്റെ തലമുറ കാണണം. സഹോദര, നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുക്കുന്ന സ്നേഹം നിന്റെ തലമുറ കാണണം. എവിടുന്ന ഇതൊക്കെ പഠിക്കുന്നവര്? ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ഇവരെ ആര് പഠിപ്പിക്കണം? മുക്ക് നോക്കി പഠിക്കണോ? അല്ല, നിങ്ങൾ പഠിപ്പിക്കണം. സ്തോത്രം. മിക്കവാറും നിങ്ങളെ കണ്ട് പഠിച്ചു പോയാൽ അവർ ജയിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഗോൾഡി ജനറേഷൻ വളർത്തണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കണം. ഈ കുഞ്ഞുങ്ങൾ സ്പോഞ്ച് പോലെ, സ്പോഞ്ച് അറിയാമോ? സ്പോഞ്ചിൻ്റെ പ്രത്യേകത എന്താ അറിയാമോ? നീ ഏതിനകത്താണോ അത് ഇടുന്നത് അതായിരിക്കും അത് പിഴിഞ്ഞാൽ പുറത്തോട്ട് വരുന്നത്. നീ പാലിനകത്താ മുക്കിയെങ്കിൽ പാല് പുറത്തു വരും. നീ പച്ചവെള്ളത്തിലാണെങ്കിൽ പച്ചവെള്ളം പുറത്തു വരും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിന്റെ വീട്ടിനകത്ത് എന്താണോ ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക ഈ 2-3 എണ്ണം. സ്തോത്രം. ഇത് പുറത്തു വരുന്നൊരു സമയമുണ്ട്, മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ സ്തോത്രം, ഭവനത്തിൽ നിന്നും എന്താണോ അവർ ഒബ്സർവ് ചെയ്യുന്നത് അതായിരിക്കും പുറത്തു വരുന്നത്. മാതാപിതാക്കളുടെ മാതൃക ജീവിതം അനുസരിച്ച് അവർ വളരുമ്പോൾ ദൈവത്തെ പിൻപറ്റണമോ പിൻപറ്റണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. കാപട്യമാണ് നിന്റെ മാതാവും പിതാവും ഭവനത്തിനകത്ത് കാണിക്കുന്നതെങ്കിൽ പിൽക്കാലത്ത് ദൈവസഭയിൽ നിൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല. നിന്റെ തലമുറ ദൈവിക ഭാഗത്ത് നിൽക്കണമോ മാതൃകയുള്ള ഒരു ജീവിതം കുടുംബത്തിനകത്ത് നയിച്ച് അവരെ കാണിക്കണം. സ്തോത്രം. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അപ്പനിൽ നിന്ന് അതുപോലെ പിൻപറ്റിയിട്ട് വഴിതെറ്റിപ്പോയ പലരെയും നമുക്ക് കാണാൻ കഴിയും. അമ്മയിൽ നിന്ന് ചിലത് പഠിച്ചിട്ട് വഴിതെറ്റിപ്പോയ പലരെയും കാണാൻ കഴിയും. അപ്പോൾ തന്നെ അപ്പൻ്റെയും അമ്മയുടെയും നല്ല മാതൃകയെ പിൻപറ്റിയ പലരെയും നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ 2 പേരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഒന്നാമത് സ്തോത്രം, 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 51, 52 വാക്യം 51 മുതൽ വായിച്ചു. ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ 17-ാം ആണ്ടിൽ ശമര്യയിൽ ഇസ്രായേലിലെ രാജാവായി ഇസ്രായേലിൽ 2 സംവത്സരം വാണു. അവൻ തന്റെ അപ്പന്റെ വഴിയിലും, ശ്രദ്ധിക്കണേ, അവൻ തന്റെ അപ്പന്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ശ്രദ്ധിച്ചേ. അപ്പോ അപ്പന്റെ വഴിയിലും അമ്മയുടെ വഴിയിലും നടന്ന ഒരു മോൻ കണ്ടോ? അപ്പൊ നമ്മുടെ വഴിയൊക്കെ നോക്കി കണ്ടുപിടിച്ചിരിക്കുക ഇവരെല്ലാം. ഇപ്പൊ ഇങ്ങനെയൊക്കെ കുത്തിയിരിക്കുക. കുറെ കഴിയുമ്പോൾ നമ്മുടെ ഫിലിപ്പൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ? സ്തോത്രം. ഇതെല്ലാം ഒപ്പിയിരിക്കുക. ഹല്ലേലൂയ. അമ്മയുടെ വഴിയും അപ്പന്റെ വഴിയും ഒക്കെ എന്താണെന്ന് നോക്കിയിരിക്കുക. എന്നിട്ട് വായിച്ചേ. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബിയാമിന്റെ വഴിയിലും നടന്നു. അപ്പൊ ഈ മോൻ ആരുടെ വഴിയാ പോയേ? ഹലോ, ആരുടെ വഴിയാ പോയി? അപ്പന്റെയും അമ്മയുടെയും യഹോവയോട് പാപം ചെയ്ത, ദൈവിക മാർഗത്തിന് പ്രമാണത്തിന് പുറത്തു നിന്ന, പ്രമാണത്തെ കാറ്റിൽ പറത്തിയ, ഉപദേശത്തിനകത്ത് നിൽക്കാത്ത, ദൈവവചനത്തിനകത്ത് നിൽക്കാത്ത അപ്പന്റെയും അമ്മയുടെയും പാത ആര് പിൻപറ്റി? മകൻ പിൻപറ്റി. സ്തോത്രം. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, ദൈവ വഴി നടന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ പ്രാർത്ഥന കുറഞ്ഞാൽ, നിന്റെ ആരാധന കുറഞ്ഞാൽ, കൂട്ടായ്മയോടുള്ള നിന്റെ താല്പര്യം കുറഞ്ഞാൽ ഇത് ബാധിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ? മനസ്സിലാവുന്നുണ്ടോ? ഇത് ബാധിക്കുന്ന അടുത്ത തലമുറയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തലമുറയാ. എന്നാൽ അതേ സമയത്ത് അപ്പന്റെ മാർഗത്തെ പിൻപറ്റിയ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. യഹോശാഫാത്തിനെ കുറിച്ച് 2 ദിനവൃത്താന്ത പുസ്തകം 20-ന്റെ 31-32.
യഹോശാഫാത്ത് യഹൂദയിൽ വാണു തുടങ്ങിയപ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അസൂബ എന്ന് പേർ. അവൾ ശിൽഹിയുടെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ആസയുടെ വഴിയിൽ നടന്ന് അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് ആസയുടെ വഴിയിൽ നടന്നു, യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ആസയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം, ആ ഒരു ലോകത്തിൽ രാജ്യത്ത് ഭരിക്കുമ്പോഴും ദൈവത്തിന്റെ പ്രമാണത്തിന് അനുസരിച്ച് ജീവിച്ച ആസ, അവരെ പിൻപറ്റിയ യഹോശാഫാത്ത് അപ്പന്റെ വഴിയിൽ നടന്നിട്ട് യഹോവയെ പ്രസാദിപ്പിച്ച് ജീവിച്ചു. സ്തോത്രം. എവിടെ നിന്ന് കിട്ടിയത്? അപ്പനിൽ നിന്ന് ലഭിച്ച ഉപദേശം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ നിന്നാൽ നമ്മുടെ തലമുറകൾ ദൈവസന്നിധിയിൽ നിൽക്കും. നമ്മൾ നേരോടെയാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവപൈതലേ, ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ മക്കൾ എങ്ങും പോകത്തില്ല. പക്ഷേ നമ്മൾ കാപട്യം കാണിച്ചാൽ, ഞാൻ ഒന്നുകൂടെ പറയാം, യഥാർത്ഥമായ ഡിസിപ്ലിൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ, ഉപദേശം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ, മാതൃകയില്ലാതെ, പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ലാതെ, ആരാധനയ്ക്ക് താല്പര്യമില്ലാതെ, ദൈവികമായ പ്രമാണത്തിനോട് ഒരു താല്പര്യമില്ലാതെ വഴക്കാളികളായി ജീവിച്ചാൽ നിന്റെ തലമുറയും വളർന്നു വരുന്നത് ഒരു വഴക്കാളിയായിട്ടായിരിക്കും. മറന്നു പോകരുത്. ഗൗരവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. If you want your children to read the Bible, let them see that you read the Bible. നീ വായിക്കാതെ വായിക്കണ മോനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിക്കണ മക്കളെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാണട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അവർ കാണട്ടെ നിങ്ങൾ ഉപവസിക്കുന്നത്, അവർ കാണട്ടെ നിങ്ങൾ കൊടുക്കുന്നത്, അവർ കാണട്ടെ ദൈവദാസന്മാരെ നിങ്ങൾ ബഹുമാനിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മറന്നു പോകരുത്. അവർ കണ്ടു വളരുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് നമുക്ക് അവരെ അടിച്ചേൽപ്പിക്കാൻ കഴിയത്തില്ല, അവരോട് പറയാൻ പറ്റത്തില്ല. പണ്ട് ഈ ഞണ്ട് നടപ്പ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അറിയാമോ? ഞണ്ട് എങ്ങോട്ടാണ് നടക്കുന്നേ? ഹലോ, അത് അറിയത്തില്ലായിരിക്കും. ഞണ്ട് ഒരു ദിവസം നോക്കിയപ്പം, അമ്മ ഞണ്ട് നോക്കിയപ്പം തൻ്റെ മക്കളെല്ലാം പുറകോട്ട് നടക്കുന്നു. അപ്പം അമ്മയ്ക്കൊരു സങ്കോചം, എടാ എല്ലാ ജീവികളും മുന്നോട്ട് നടക്കുന്നു, എൻ്റെ മക്കൾ മാത്രം പുറകോട്ട് നടക്കുന്നു, ഇത് ശരിയല്ലല്ലോ. മക്കളോട് പറഞ്ഞു, അമ്മ പറഞ്ഞു, മക്കളെ അങ്ങനെയല്ല നടക്കുന്നത്, ഞാൻ നടക്കുന്നല്ലോ നടക്ക്. അപ്പം അമ്മ നടക്കുന്ന പോലെ നടക്കാൻ മക്കളോട് പറഞ്ഞു. അമ്മ എങ്ങനെ നടക്കുന്നത്? പുറകോട്ട. പിന്നെ മക്കൾ അങ്ങോട്ട് നടക്കും, പുറകോട്ട് നടക്കും. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് മക്കളെ ചെയ്യണമെന്ന് പറയരുത്. നമ്മൾ കാണിച്ചു കൊടുക്കുക മാതൃക. മാതാപിതാക്കന്മാരുടെ ജീവിതം മാതൃകയ്ക്ക് അനുസരിച്ച പിൽക്കാലത്ത് അവർ ദൈവഭാഗത്ത് നിൽക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ രാജ്യത്തിൻ്റെ പരാജയം, എത്ര മിഷണറിമാരുണ്ടായിരുന്നു, എത്ര ഉണർവ് നടന്നു. എവിടെ ഈ തലമുറ? ഈ രാജ്യത്ത് നടന്ന ഉണർവിന് പോലെ മറ്റെങ്ങും നടന്നിട്ടുണ്ടോ? ഇവിടെ നിന്ന് പുറപ്പെട്ട മിഷണറിമാരെ പോലെ ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യത്ത് പുറപ്പെട്ടിട്ടുണ്ടോ? എവിടെയാ തലമുറ? വാട്ട് ഹാപ്പൻ? ഇന്ന് നമ്മളിൽ പലരും ജീവിതത്തിൽ സംഭവിച്ചതാ അന്ന് അവർക്ക് സംഭവിച്ചത്. ആരാധനയ്ക്ക് താല്പര്യമില്ല, കൂട്ടായ്മയ്ക്ക് താല്പര്യമില്ല, പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല, ജീവിതത്തിൽ മാതൃകയില്ല, കുടുംബജീവിതത്തിൽ ഐക്യതയില്ല. എന്ത് സംഭവിച്ചു? ഇതൊക്കെയും പിൻപറ്റിയ തലമുറ കുറെ കഴിഞ്ഞപ്പോൾ ആത്മീയ മൂല്യം നഷ്ടപ്പെട്ടവരായി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ഇന്ന് കണി കാണാനില്ല. മിഷണറിമാരുടെ ഗ്രേറ്റ് മിഷണറീസിന്റെ തലമുറകൾ എവിടെ? സ്തോത്രം. മാതൃകയില്ലാതെ ജീവിച്ചതിന്റെ അനന്തരഫലമാ. വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. മൂന്നാമത്തെ കാര്യം. സ്തോത്രം. In order to raise a godly children, parents must train their children in God's word. ദൈവവചനം അവരിലേക്ക് പറഞ്ഞു കൊടുക്കണം, ദൈവവചനം പഠിപ്പിക്കണം, ദൈവവചനം പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം പറഞ്ഞിരിക്കുന്നു. നീ വായിച്ചേ സദൃശവാക്യം 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറും. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ എന്ത് ചെയ്യണം? അപ്പൊ ഇത് ഏതാ വഴി? നടക്കേണ്ടുന്ന വഴി എന്ന് പറഞ്ഞു. ഏത് വഴിയാ? ദൈവികമായ വഴി.
ആ വഴിയിൽ അവനെ നടക്കണം. ഓക്കെ, തലമുറയെ ദൈവവചനം പഠിപ്പിക്കുക എന്നത് ദൈവവചനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ തലമുറയെക്കുറിച്ച് ഒരു വിചാരമുണ്ട്. ഓക്കെ, നമ്മുടെ തലമുറയെ, അതുകൊണ്ടാണ് ദൈവം നമ്മെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവവചനം അവരിലേക്ക് പകരണം. കുഞ്ഞുങ്ങളിലേക്ക് ആത്മീയവും ധാർമ്മികവുമായ മൂല്യം പകരുക എന്ന വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. സ്തോത്രം. എന്തെല്ലാം ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്? എന്തെല്ലാം പഠിപ്പിക്കണം? വചനം പഠിപ്പിക്കണം. ഞാൻ ഇതൊക്കെ നേരത്തെ എടുത്തുള്ള സാമാന്യ മര്യാദ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. എന്തുവാ ഈ സാമാന്യ മര്യാദ എന്ന് പറഞ്ഞാൽ അറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. സാമാന്യ മര്യാദ പഠിപ്പിക്കണം. സ്വഭാവ രൂപീകരണം, ഇതൊക്കെ പേരൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം എങ്ങനെ ബിൽഡപ്പ് ചെയ്യണമെന്ന് മാതാപിതാക്കൾ പഠിപ്പിക്കണം. ഇന്ന് കുഞ്ഞ് എത്ര കുരുത്തക്കേട് കാണിച്ചാലും തലകുത്തി മറിഞ്ഞാലും നോക്കി നിന്ന് ചിരിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. സങ്കടം തോന്നും. സ്തോത്രം. ഇന്ന് നീ ചിരിച്ചാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ കരയും. ഇന്ന് അവരെ താക്കീത് ചെയ്താൽ അന്ന് നിങ്ങളുടെ കൂടെ അവർ കാണും. സ്തോത്രം, ഹല്ലേലൂയ. സാമാന്യ മര്യാദ, എന്ത് കാണിച്ചാലും ഒരു കോമൺ മാനേഴ്സ് കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്നതെന്നേ. ഞാൻ ഈ ഇമിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു, നമ്മുടെ ഇവിടെയുള്ള ചില കുഞ്ഞുങ്ങൾ തന്നെ എത്ര കൃത്യമായിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നറിയാമോ? ഈ ഇവിടെ ചില നമ്മുടെ ഒരു യോഹാന് എന്തിയേ, അവിടെ ചെന്നാൽ അവൻ ഉച്ച കഴിഞ്ഞാൽ നേരെ പുൾപ്പിറ്റിടും. എന്നിട്ടൊരു ബൈക്ക് കൈ പിടിക്കും. ആരെ കണ്ടാ നിൽക്കുന്നത്? പണ്ട് ഇവിടെ വേറൊരു പയ്യനുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ നേരെ തുടങ്ങുന്നത് ഇവിടെ എങ്ങനെ ആരാധന നടന്നോ അതുപോലെ ഇൻക്ലൂഡിങ് സ്വോത്രാഴ്ച വരെ എടുക്കുമായിരുന്നു വീട്ടിൽ. യെസ്, ഞാൻ തമാശകൾ പറഞ്ഞേ, ലിറ്ററലി ഉള്ള കാര്യം പറഞ്ഞേ. സ്തോത്രാഴ്ച വരെ എടുക്കുവൻ. മൈക്കില്ലെങ്കിൽ ഒരു വയറൊക്കെ പിടിച്ച്, ഇത് എന്നെ ഫോളോ ചെയ്തോണ്ടാ, വയറൊക്കെ പിടിച്ച് ഇങ്ങനെ വെക്കും. എന്നിട്ട് പാർട്ടി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. കാരണം ഈ മൈക്ക് ഇതുപോലെ ഒബ്സർവ് ചെയ്യുക കുഞ്ഞുങ്ങൾ. നമ്മൾ വിചാരിക്കും എവരിവിടെ അങ്ങോട്ട് നിന്ന് കളിക്കുവാന്നല്ല, ഒബ്സർവിങ്, അവർ വാച്ച് ചെയ്യുക. സ്തോത്രം. അപ്പോൾ ഈ സ്വഭാവ രൂപീകരണം, ആത്മീയത, സാമാന്യ മര്യാദ, ഇതൊക്കെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവരിലേക്ക് പകരണം. ദൈവത്തിൻ്റെ വചനം ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിച്ചാൽ വേഗത്തിൽ മുന്നോട്ട് പോകുക. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ദൈവം പറയുന്ന കാര്യമുണ്ട്, വായിച്ചേ. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകന്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഇതിനകത്തിരിക്കുന്ന ഓരോട് പറയാ, നന്നായിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കാം. അതിന്റെ തട്ടു താഴെ ഹൃദയത്തിൽ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അവ നിന്റെ ഹൃദയത്തിലിരിക്കണം. ശ്രദ്ധിക്കണം, ഒന്നാമത് വചനം ഹൃദയത്തിനകത്തിരിക്കണം. ആരുടെ? നിന്റെ ഹൃദയത്തിനകത്തിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു. അകത്തുണ്ടെങ്കിലേ ആർക്കും കൊടുക്കാൻ പറ്റൂ. ഹലോ, നിന്റെ ഹൃദയത്തിൽ മുന്നേ എന്ത് വേണം? വചനം വരണം. ഫ്ലൈറ്റിൽ കയറുമ്പം സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. മാസ്കൊക്കെ ഇറങ്ങി വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, മുന്നേ ആര് ചെയ്യണം? ആര് പറയണം? കുഞ്ഞുങ്ങൾക്ക് കെട്ടണം. കാരണം കൊച്ചല്ലയോ, കാരണം അതിൻ്റെ കാര്യം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം, നമുക്ക് കൺസേൺ കൂടുതലാണ്. പക്ഷെ അവരതല്ല പറയുന്നത്. അവരെന്ത് പറയുന്നേ? നിങ്ങൾ മുന്നേ മാസ്ക് വെക്കണം, എന്നിട്ട് മുന്നേ നിങ്ങൾ വലിച്ചിടണം, എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇട്ടാൽ മതി. സ്തോത്രം. കാരണം നിങ്ങൾ കെട്ടിയില്ലെങ്കിൽ, നിങ്ങൾ വെച്ചില്ലെങ്കിൽ, നിങ്ങൾ പകുതി ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പരിപാടി പോകും. പിന്നെ കെട്ടാനുള്ള സാവകാശം നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വചനം ആരുടെ ഹൃദയത്തിൽ വരണം മുന്നേ? ഹലോ, നിങ്ങൾ ആകെ മടുക്കുവാന്നു. നിങ്ങളുടെ മുഖം ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ അങ്ങ് നിർത്തിയാക്കാൻ കഴിയും. എവിടെ വരണം? നമ്മുടെ ഹൃദയത്തിൽ വരണം. നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലേ
എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും. 2 സംസാരിക്കണം. അവയെ കുറിച്ച് നീ എന്ത് ചെയ്യണം? സംസാരിക്കണം. 3 നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കണം. വചനം സംസാരിക്കണം. വീട്ടിൽ ഇരിക്കുമ്പോഴേ എന്തോ സംസാരിക്കണം? ഞായറാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കണം. എന്തോ സംസാരിക്കുന്ന അറിയണമെങ്കിൽ വീട്ടിൽ ചെന്ന് ഓരോ ദിവസവും കൂടുമ്പോൾ അറിയണം എന്താ സംസാരിക്കുന്നുള്ളത്. നിന്റെ സംസാരം എന്താ? വചനം സംസാരിക്കണം. സ്തോത്രം. നീ സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കുക കുറേ എണ്ണം. ഹല്ലേലൂയ. ഓക്കെ, വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. നിന്റെ കൈ കെട്ടണം. നിന്റെ കയ്യിലും കെട്ടണം, നിന്റെ മക്കളുടെ കയ്യിലും കെട്ടണം അടയാളമായി. നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഉണ്ടല്ലോ, മറ്റു പലരും വന്ന് വല്ലതും ഒക്കെ കെട്ടിയിട്ട് പോകും. ഞാൻ വിവരിക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ. സ്തോത്രം. ഇന്ന് തലമുറയുടെ കയ്യിൽ നിന്റെ കയ്യിൽ കെട്ടേണ്ട വചനം അവരുടെ കയ്യിലും കൂടെ കെട്ടിയില്ലെങ്കിൽ മറ്റു പലരും വന്ന് പലതും കെട്ടിയിട്ട് പോകും. അതിനിടം കൊടുക്കാതിരിപ്പാൻ ഈ വചനത്തെ അവരുടെ കയ്യിൽ കെട്ടണം. ഓക്കെ, കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. ഞാൻ വിവരിക്കുന്നില്ല, മുന്നോട്ട് പോകട്ടെ. എഫേസ്യ ലേഖനം 6:4 വാക്യം കൂടെ വായിച്ചു. വേഗത്തിൽ ഞാൻ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യ. ഓക്കെ, നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തി എന്ന് പറയുന്നത് അവരെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തണം. എന്താ ബാലശിക്ഷയും പത്യോപദേശവും? പത്യോപദേശം, ദൈവത്തിൻ്റെ വചനം പത്യോപദേശമാണ്. ഇതിനെ കൊടുക്കണം, ഇവരെ വളർത്തണം. ഹല്ലേലൂയ. നമ്മൾ അവരെ ഫീഡ് ചെയ്യും. ഇന്നത്തെ കാലത്ത്, നമുക്ക് പണ്ടത്തെ കാലത്ത് സ്തോത്രം, ഈ അമ്മമാരൊക്കെ ആഹാരം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുത്തോണ്ടിരുന്നതെന്ന് അറിയാമോ? എങ്ങനെ കൊടുത്തോണ്ടിരുന്നേ? കഥ പറഞ്ഞ്. ഏത് കഥയാ? ചുമ്മാ കഥയല്ല. യേശുവിൻ്റെ കഥ പറയും, യോസഫിൻ്റെ കഥ പറയും, ദാവീദിൻ്റെ കഥ പറയും, ദാനിയേലിൻ്റെ കഥ പറയും. ഇങ്ങനെ ബൈബിളിലുള്ള ക്യാരക്ടർ പറഞ്ഞു കൊടുത്ത് ഓരോന്ന് പറയുമ്പോൾ എന്ന് പറയും, വായിക്കാത്തോട്ടിട്ട് കൊടുക്കും. ഇന്ന് അവരുടെ വായിക്കാത്തോട്ടിരിക്കുക. എന്താണെന്ന് അറിയാമോ? കൊക്കോമാക്കെ എന്തോ ആവട്ടെ, എന്തൊക്കെയോ സാധനങ്ങളിരിക്കുക. ഉള്ള കാർട്ടൂണായത്. ഞാൻ ഒരു കാര്യം യാഥാർത്ഥ്യം നിങ്ങളോട് പറയാം. 4 വയസ്സിന് താഴെയുള്ള ഒറ്റ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കരുത്, കാർട്ടൂൺ ഇട്ട് കൊടുക്കരുത്. സൈക്കോളജി, ഇന്നത്തെ സയൻസ് സൈക്കോളജിസ്റ്റ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. അത് കൊടുത്താൽ ഇവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആയിട്ടില്ല. ഫ്ലെക്സിയ, അത് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക. ഇതിനകത്ത് വരുന്ന ട്രാൻസിഷൻ അവരുടെ ബ്രെയിനെ വല്ലാതെ കൊണ്ട് ബാധിക്കും. അതുകൊണ്ട് അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവർ ഹൈപ്പറായി മാറും. അവർ ചാടി മറിയും. ഇവർക്ക് ഒരിടത്ത് ഒറ്റ സ്റ്റില്ലായിട്ടിരിക്കാൻ അവർക്ക് അറിയത്തില്ല. കാരണം ഇവരെപ്പോഴും ഇങ്ങനെ വല്ലാതിരിക്കും. കാരണം എന്താ അറിയാമോ? ഈ കാർട്ടൂൺ ഇവരുടെ തലയിൽ, കാരണം ഇവരുടെ ബ്രെയിൻ ഡെവലപ്പായില്ല. ഈ ഡെവലപ്പാവാത്ത ബ്രെയിൻ കൊണ്ട് ഈ ട്രാൻസിഷൻ വരുന്നതായ ഫിലിം അല്ലെങ്കിൽ കാർട്ടൂൺസ് ഇങ്ങനെ ഇവർ ദർശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭയങ്കര ദോഷമാണ്. അത് സൈക്കോളജിക്കൽ പാർട്ട്. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാർട്ടൂണും വെച്ച് ആഹാരം കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. മാതാപിതാക്കളെ, നിങ്ങളോട് എല്ലാവരോടും ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം, ഡോണ്ട് ഡു ഇറ്റ്. യു ആർ സ്പോയിൽ യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ തലമുറയെ നിങ്ങൾ നശിപ്പിക്കുക. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രത്യേകം അറിയാമോ? അങ്ങനെ കൊടുക്കാത്ത, അങ്ങനെ ചെയ്യാത്ത കുഞ്ഞുങ്ങൾ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് ഭാഷ പിക്കപ്പ് ചെയ്യും. കാരണം എന്താ അറിയാം? കാർട്ടൂൺ കണ്ടല്ല, നമ്മളുമായിട്ടുള്ള കോൺവെർസേഷൻ. എനിക്കറിയാം ചില കുഞ്ഞുങ്ങളെ, അവർക്ക് ഈ കാർട്ടൂൺ കാണിക്കത്തില്ല, പക്ഷേ അവർ ഭയങ്കര സ്മാർട്ടാണ്. കാർട്ടൂൺ കണ്ടിട്ടല്ല, അവർ സെൽഫ് ഡെവലപ്മെൻറ്റ് ചെയ്യുക. പേരൻസ് സ്വയം സ്പെൻഡ് ചെയ്ത്, അതുകൊണ്ട് അവർ നല്ല സ്മാർട്ടായി മാറും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കാർട്ടൂൺ കാണിച്ചല്ല ഫുഡ് കൊടുക്കേണ്ടെന്നേ. ഇന്ന് അതില്ലെങ്കിൽ ഫുഡ് കഴിക്കത്തില്ല. എനിക്കറിയാവുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, ഈ സാധനം ഇല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യമുണ്ട്, പാസ്റ്റേ അങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കട്ടെ. അങ്ങനെ കഴിപ്പിക്കരുത്. 2 ദിവസം കഴിക്കാതിരുന്നാലും ചത്തൊന്നും പോകത്തില്ല. പിന്നെ വിശപ്പ് കയറുമ്പം തന്നെ കഴിക്കും. ഇല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ടെന്നേ, തന്നെ വിശക്കുന്നേ, അന്നേരം കഴിക്കുക. ഇത് നമുക്ക് കൺസേണാ, ഭയങ്കര കൺസേണാ. സ്തോത്രം. കുഞ്ഞിനൊരു തുമ്മൽ വന്നാൽ ഭയങ്കര പ്രയാസമാണ്. വചനം കൊടുത്തില്ലെങ്കിലും ഉടനെ നമ്മൾ ഓടുന്ന ഒരു കാര്യമുണ്ട്. എവിടെയെന്നറിയാമോ? ഞാൻ പണ്ട് പറഞ്ഞതാ, നമ്മുടെ കുഞ്ഞൊന്ന് തുമ്മിയ നമ്മൾ ഉടനെ പോടും മൊബൈൽ ഫോണി. തുമ്മിയുടെ കാരണം എന്താണെന്ന്. പക്ഷേ ഈ തീഷ്ണത വചനം പഠിപ്പിക്കാൻ കാണിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പത്യോപദേശം, വചനം കൊടുക്കണം, പത്യോപദേശം കൊടുക്കണം. നിത്യജീവനെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച്, അവരെ നടത്തുന്നതിനെക്കുറിച്ച് പറയണം. അടുത്ത തലമുറ ക്രിസ്തുവിന് വേണ്ടി നിൽക്കണമോ?
നിന്റെ തലമുറ ഗോൾഡ്ലി ജനറേഷനായി വളരണമോ? യൂസ് ദ മാക്സിമം ഓപ്പർച്യൂണിറ്റി ടു ഗീവ് ദ വേർഡ് ഓഫ് ഗോഡ്. ഗീവ് ദ സൺഡേ സ്കൂൾ. മാക്സിമം ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം. ഇവിടെ സൺഡേ സ്കൂൾ ഉണ്ട്. എനിക്ക് ദുഃഖം തോന്നാറുണ്ട് വാസ്തവത്തിൽ. ഹൗ മച്ച് സീരിയസ് യു ആർ അബൌട്ട് ദാറ്റ്? ഇപ്പോഴിതങ്ങ് പറയാമല്ലോ. എത്രമാത്രം നിങ്ങൾ സീരിയസ് ആയ കാര്യത്തിൽ. ഐ ഡോണ്ട് നോ. ഈ കുഞ്ഞുങ്ങളെ കറക്റ്റ് ടൈമിന് സൺഡേ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ എത്ര മണിക്കാണ് സ്കൂൾ തുടങ്ങുന്നേ? ഹലോ, എത്ര മണിക്കാണ് സ്കൂൾ തുടങ്ങുന്നേ? ഹലോ, ഒന്ന് പറഞ്ഞേ, എത്ര മണിക്കാണ് സ്കൂൾ തുടങ്ങുന്നേ? 8:00, 8:20, 8:40, 8:45. വാട്ട് ടൈം യു ബി ദർ? എത്ര മണിക്ക്? അല്ല, നിങ്ങളോടല്ല ചോദിക്കേണ്ടത്, നിങ്ങളോടല്ല. കാരണം എവര് പറഞ്ഞിട്ടുണ്ട് സൊല്യൂഷൻ. ഇവിടെ അധ്യാപകർ ചോദിച്ചു, എന്താ മക്കളെ താമസിച്ചോ? എൻ്റെ അപ്പനും അമ്മയും താമസിച്ചാണ് ഞാൻ വന്ന് താമസിച്ചെന്ന് പറഞ്ഞു. അതായത് എന്താ മക്കളെ താമസിച്ചെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ അവരുടെ മറുപടി എൻ്റെ കുഴപ്പമല്ല, എൻ്റെ അപ്പനോടും അമ്മയോടും പോയി ചോദിച്ചാൽ. അവർ പറഞ്ഞ മറുപടിയാ. സോ അവരോട് ചോദിക്കേണ്ട കാര്യമല്ല, നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞ് 8 മണിക്ക് സ്കൂളിൽ പോകും. 8:30 സ്കൂളിൽ പോകണമെങ്കിൽ 9:30 കൊണ്ടുവിടുമോ? അപ്പം ഇതെവിടെ നടക്കും? സൺഡേ സ്കൂളിൽ നടക്കും. പിന്നീട് ദുഃഖിക്കരുത്. ഇവിടെയാണ് പരാജയം. സ്തോത്രം. 8 മണിക്ക് ഒരു സൺഡേ സ്കൂളൊക്കെ നിസ്സാരമാണ്. അവർക്ക് വന്ന് വേണമെങ്കിൽ വരട്ടെ. സി ഹൗ മച്ച് സീരിയസ് യു ആർ അബൌട്ട് ദാറ്റ്. നിങ്ങൾ എത്രമാത്രം അക്കാര്യത്തിൽ സീരിയസ് ആണ്. 9:30, 10:15 വരെ 10:30 വരെ കയറി പോകുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടുകൊണ്ട് വിടുന്നുണ്ട്. 10:30 കയറി പോകുന്ന കുഞ്ഞുങ്ങൾ. ഇറ്റ്സ് നോട്ട് ജോക്ക്. വൈ? ആരതിൻ്റെ ഉത്തരവാദി? ബാക്കി എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് കൃത്യമായി പോകാം. ഈ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച കിട്ടുന്നത് 9:45 കുഞ്ഞിന് എനിക്ക് സൺഡേ സ്കൂൾ. ഈ സീരിയസ് നിങ്ങൾ കാണിച്ചാലുണ്ടല്ലോ, ആത്മീയതയിൽ അവർ പിൽക്കാലത്ത് ഈ സീരിയസ് കാണിക്കും. ആരാധനയുടെയും സൺഡേ സ്കൂളിൻ്റെയും സീരിയസ്നെസ് നിങ്ങൾ ഇതിൽ കൂടി അവരോട് പകരുന്നത്. അവർ നിസ്സാരമായിട്ട് ഇവിടെ വന്ന് ബൊബ പറയുന്നതിന് കാരണം എന്താ അറിയാമോ? കാരണം എന്താ? അവരത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ ഇതിനെ. സൺഡേ സ്കൂൾ വലിയ കാര്യമല്ല അവർക്ക്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനാണോ, അതോ സൺഡേ സ്കൂളിൽ ഒരു വാക്യം പഠിച്ച കാര്യം അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച കാര്യം പഠിപ്പിക്കാനാണോ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? ഏതിനാ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? സ്കൂളിലെ ഒരു പരീക്ഷ വീഴുമ്പോൾ പടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഞായറാഴ്ച ആകുമ്പോൾ മക്കളെ കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ആമേൻ, സ്തോത്രം. ചിലരൊക്കെ മുഖമൊക്കെ അങ്ങ് വാടി പോകുന്നതൊക്കെ തോന്നുന്നു. ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ഓക്കെ. സോ ദൈവമക്കളെ, വെരി സീരിയസ്. മാക്സിമം ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുക. അവസാനമായി, ഇന്നോട്ട് റേസ് എ ഗോൾഡി ജനറേഷൻ, പേരൻസ് മസ്റ്റ് ഡിസിപ്ലിൻ ദെയർ ചിൽഡ്രൻ. ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും. അടിക്കുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ നിന്ന്. ഇനി അത് പറഞ്ഞാൽ നമ്മുടെ ജോബിനൊക്കെ ഇനിയിപ്പോൾ ആകെ പ്രശ്നമാവും. മാത്രമല്ല, ഞാൻ ഇന്നത് പറഞ്ഞ് പേരൻസ് അടിച്ചാൽ പിന്നെ അധികം പ്രശ്നമാവും. ഇതെല്ലാം വചനത്തിനകത്തുണ്ട് എങ്ങനെ മക്കളെ വളർത്തേണ്ടത്, ശിക്ഷണം കൊടുക്കേണ്ടത്. ഇന്ന് കുഞ്ഞിനെ ഒന്ന് ചെയ്താൽ അയ്യോ കുഞ്ഞിന് നോവും. സ്തോത്രം. ഇന്ന് നീ അവനെ നോവിച്ചില്ലെങ്കിൽ നാളെ അവൻ നിന്നെ നോവിച്ചോളും. അന്നേരം പഠിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയാ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വാക്യങ്ങൾ പറയാനുണ്ട്. കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തി എന്ന സ്തോത്രം ധാരാളം വാക്യങ്ങൾ അതിനകത്ത് കാണാൻ കഴിയും. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കറക്ഷനാണ്. അതിൻ്റെ ഹീബ്രു വേർഡിൻ്റെ അർത്ഥം കറക്ഷനാണ്. കറക്ഷൻ ചെയ്യണം. കറക്റ്റ് ചെയ്യാത്തതിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയ ഒരു കുടുംബത്തെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. ആരാന്നറിയോ? മക്കളെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാത്തത് കൊണ്ട് അവസാനം തള്ളി വീണ് പെടലി ഒടിഞ്ഞ് മരിക്കേണ്ട വന്നു. മനസ്സിലാവുന്നുണ്ടോ? അവിടെ കാണിച്ച വികൃതികൾ എന്താണെന്ന് നമുക്കറിയാം. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാതെ പോയാൽ ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ശകാരിക്കേണ്ട സമയത്ത് ശകാരിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം, ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കണം. പണ്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അടയ്ക്ക മടി വെക്കാം, കമുങ്ങ് മടി വെക്കാൻ പറ്റത്തില്ല, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പം അവരെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപദേശം കൊടുക്കാം, പിന്നീട് പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വേഗത്തിൽ പോകുക. എന്ത് കണ്ടാലും നോക്കി ഇന്ന് ചിരിക്കാൻ ശ്രമിക്കരുത്. കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യണം, ഉപദേശിക്കേണ്ടത് ഉപദേശിക്കണം. വേഗത്തിൽ പോകട്ടെ. അവസാനമായി, ഇന്നോട്ട് റേസ് ഗോഡ്സ് ജനറേഷൻ, പേരൻസ് മസ്റ്റ് സ്പെൻഡ് ദ ടൈം ഇൻ പ്രെയർ.
പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം. അമ്മമാര്, അപ്പന്മാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്നേ? നിങ്ങൾ എന്തോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ? ഹലോ, അമ്മമാരൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ കൈയൊന്ന് കണ്ടേ. കുറച്ച് പേര് പ്രാർത്ഥിക്കാറില്ലെന്ന് അതിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എന്തോ പ്രാർത്ഥിക്കുന്നേ? കർത്താവേ, നല്ല ആരോഗ്യം, നല്ല ബുദ്ധി, നല്ല വിവേകം. സ്തോത്രം. എൻ്റെ പൈതൽ ഒരു ദൈവ പൈതലായി തീരണം. യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മക്കൾ, അതിനപ്പുറം ഒരു സന്തോഷം ഇല്ലെന്നേ. നിന്റെ മക്കൾ എഞ്ചിനീയർ ആവാൻ പ്രാർത്ഥിക്കണ്ട, നിന്റെ മക്കൾ ഡോക്ടർ ആവാൻ പ്രാർത്ഥിക്കണ്ട, അവരൊരു മിഷണറി ആവാൻ പ്രാർത്ഥിച്ചോ, അവരൊരു സുവിശേഷകരാവാൻ പ്രാർത്ഥിക്കേ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എഗെയിൻ ഞാൻ ആ സൂസന്ന വെസ്ലിയിലേക്ക് വരിക. പെർ ഡേ 2 hours she spent in prayer for each children, each child. ഓരോ കുട്ടിക്ക് വേണ്ടി. ഇവിടെ എന്തോ വിഷയം? വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഓക്കെ, 2 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ വേഗത്തിൽ പോകുക. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കണം. അവസാനമായി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു നിർത്താം. നോട്ട് ടു റേസ് ദ ഗോഡ്ലി ചിൽഡ്രൻ, യു നീഡ് ടു കമ്മിറ്റ് യുവർ ചിൽഡ്രൻ ഫോർ ദ ഗോഡ്സ് വർക്ക്. അടുത്തൊരു തലമുറ ക്രിസ്തുവിൽ കാണപ്പെടാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്ര പേർക്ക് കർത്താവ്, ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, എൻ്റെ മോന് ഡോക്ടർ ആവുന്നതിനേക്കാൾ ഉപരി ഞാൻ ഇവിടെയുള്ള ചില യങ്സ്റ്റേഴ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അവരുടെ ജോലിയുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, അവരാൽ ആവുന്ന നിലയിൽ, ആലയത്തോടുള്ള ബന്ധത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. ഐ എം സോ ഹാപ്പി ബൈ സീയിങ് ദാറ്റ്. അവരുടെ ഡെഡിക്കേഷനെ ഹൗ മെനി ഓഫ് എത്ര പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു? ഞാൻ ഇന്നാൾ ഓർപ്പിച്ച്, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ഈ ദേശത്ത് വന്നിട്ട് ആരാധനാലയത്തിൻ്റെ പടി കയറാതെ നടക്കുന്ന പിള്ളേർ നമ്മുടെ ദേശത്തുണ്ട്. അപ്പം പാസ്റ്റർമാരുടെ മക്കൾ. സ്തോത്രം. നമ്മുടെ മക്കൾ എങ്ങനെയായി തീരണം? ആലയത്തോട് ചേർന്ന് ഹന്ന കൊണ്ടുവന്ന് ആലയത്തിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ ഇവിടെ നിൽക്കട്ടെ, ആലയത്തിൽ ശുശ്രൂഷിക്കട്ടെ. ഇന്ന് പകൽക്കാലം എത്ര മാതാപിതാക്കൾ സമർപ്പിക്കും? നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയട്ടെ. നമുക്ക് തന്ന തലമുറകൾ ക്രിസ്തുവിന് വേണ്ടി, കർത്താവേ എനിക്ക് ലോകത്തിലൊന്നും വേണ്ട, കർത്താവേ എൻ്റെ തലമുറ കർത്താവിന് വേണ്ടി നിൽക്കട്ടെ. എത്ര മാതാവുകൾ പ്രാർത്ഥിക്കും? അവർ കർത്താവിന്, അവർ ജോലി ചെയ്യട്ടെ, ചെയ്യണ്ടെന്നല്ല, അവർ ഉന്നത തലങ്ങളിൽ എത്തട്ടെ, പക്ഷേ കർത്താവിൻ്റെ ആ സ്തോത്രം, ആ യോസഫ് പറഞ്ഞതുപോലെ ചെയ്തതുപോലെ ആ ക്രൂശിൻ്റെ അറ്റം ഒന്ന് താങ്ങാൻ, ആ ക്രൂശിൻ്റെ അടി ഒന്ന് പിടിച്ചു കൊടുക്കാൻ, കർത്താവ് എൻ്റെ പൈതലിനെ നീ ഉപയോഗിക്കണമെന്ന് എത്ര അമ്മമാർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. എത്ര അപ്പന്മാർ പ്രാർത്ഥിക്കുമെന്ന് പകൽക്കാലം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ നല്ല കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം വീണ്ടും ഏൽപ്പിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ, ദൈവ സാന്നിധ്യത്തിനകത്തിരുത്തണമേ. തിരുകരത്തിൽ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തുടർന്നതായിരിക്കാം. തുടർന്ന് ടീം മുന്നോട്ട് വരുന്നതായിരിക്കും. സ്തോത്രം. ഒരു സ്തോത്രം വേദഭാഗത്തിൽ ഒരു സങ്കീർത്തന ഭാഗം നിങ്ങൾക്കായി ഞാൻ വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഈ സമയത്ത് ഈ മാതാപിതാക്കൾ മുന്നിൽ നിൽക്കേണ്ട ക്രമീകരണങ്ങൾ, പ്രിയ ദയവായി നിങ്ങൾ 1-2 പേര് ഈ കുഞ്ഞുങ്ങളെ 2 സൈഡിലോട്ട് മാറ്റിയിട്ട് ഈ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും ദയവായിട്ട് മുന്നോട്ട് വരാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു സങ്കീർത്തനം വായിക്കുന്നു. 128 യഹോവ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന മനുഷ്യൻ ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. 127 സ്തോത്രം. അതിൻ്റെ 3-ാം വാക്യം, മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരബലവും അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ആമേൻ. ഇന്ന് പകൽക്കാലം മക്കൾ യഹോവ നൽകുന്ന അവകാശവും ആ ഉദരബലവും അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. പ്രാരംഭമായി സ്തോത്രം. അവർക്ക് വേണ്ടി ഒരു ക്രമീകരണം ചെയ്ത് ഈ മാതാപിതാക്കൾ മുന്നോട്ട് വരുമ്പോൾ ഒരു പാട്ടിൻ്റെ അടികൾ നമുക്ക് ചേർന്ന് പാടാം. സ്തോത്രം. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ട് അവരൊന്ന് ക്രമീകരണം ചെയ്തിട്ട് സ്തോത്രം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നതി സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നതി സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ,
നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവാ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവാ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ദൈവസന്നിധിയിലുള്ള സമർപ്പണമാകിയാൽ ഞാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ 4 കുടുംബങ്ങൾ 5 കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കേണ്ടതിന് വേണ്ടിയാണ് മുന്നോട്ട് കടന്നു വന്നിരിക്കുന്നത്. ദൈവം നമ്മുടെ ബ്രദർ സിനോയ്ക്കും സെലിനും ദാനമായി നൽകിയ 2 തലമുറകൾ, ബ്രദർ ജോജോ റിയയ്ക്ക് ദാനമായി നൽകിയ പൈതൽ, സ്റ്റെബിന് ലിൻഡുവിന് ദാനമായി നൽകിയ പൈതൽ, എബി ജിക്സിക്ക് ദാനമായി നൽകിയ പൈതൽ, ഈ 5 കുഞ്ഞുങ്ങളുമായി അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുന്ന എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ശുശ്രൂഷ മാതാപിതാക്കളുടെ കമ്മിറ്റ്മെന്റും അവരുടെ സമർപ്പണവുമാകിയാൽ ഇന്ന് പകൽക്കാലം ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ ഓരോരുത്തരായി ചോദിക്കില്ല, മൊത്തത്തിൽ ചോദിക്കുകയാണ്. സ്തോത്രം. ജോജോയോടും റിയോയോടും ജിക്സിയോടും എബിയോടും സിനോയോടും സെലിനോടും എബിയോടും ജിക്സിയോടുമായി ഞാൻ ചോദിക്കുന്നു, ദൈവം നിങ്ങൾക്ക് നൽകിയ പൈതലിനെ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തായി, ദൈവമഹത്വത്തിനായി, ദൈവവചനത്തിൽ വളർത്തുവാൻ വേണ്ടി ദൈവസഭയുടെ മുമ്പിൽ വെച്ച് ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നുവോ? യെസ്, ഓക്കെ. ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയ ഈ പൈതലിന്റെ മുന്നിൽ വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും ജീവിത വിശുദ്ധിയിലും ജീവിച്ച് നല്ല സാക്ഷ്യം പുലർത്തി കർത്താവിലേക്ക് നയിക്കുവാൻ നിങ്ങളാൽ ആവോളം ശ്രമിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുവോ? തീരുമാനിക്കുന്നു. ഈ പൈതൽ നന്മതിന്മകളെ തിരിച്ചറിയുന്ന പ്രായത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കത്ത നിലയിൽ, വിശുദ്ധ ദൈവം നയിക്കത്തക്ക നിലയിൽ ഈ കുഞ്ഞിനെ പരിപാലിക്കുമെന്നും ആത്മീക വളർച്ചയ്ക്കായി പ്രവർത്തിക്കുകയും അതിന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുവോ? തീരുമാനിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇത് അവരുടെ ദൈവസന്നിധിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റും ഒരു സമർപ്പണവുമാകിയാൽ ദൈവസഭയായി ഞാൻ ദൈവസഭയോട് നിങ്ങളെ ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ദൈവം ദൈവസഭയ്ക്ക് ദാനമായി നൽകിയ ഈ തലമുറകളുടെ ആത്മീക വളർച്ചയ്ക്കും അവരുടെ ആത്മീക വളർച്ചയ്ക്ക് വിഘ്നം വരാതെ നല്ല മാതൃകയിലും ദൈവസഭയിൽ നിലനിൽക്കുവാൻ ദൈവസഭയും പ്രത്യേകമായി ശ്രദ്ധിക്കണമേ എന്ന് അവർ ശ്രമിക്കണമേ എന്ന് ഇത്തരത്തിൽ ദൈവസഭയോടായിട്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസഭയിലായിരിക്കാം. സ്തോത്രം. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസഭ എല്ലാവരും ഈ കരങ്ങളെ നീട്ടി നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭ അവസാനമായി ആമേൻ പറയണം. നിങ്ങൾ കരങ്ങളെ നീട്ടി അനുഗ്രഹിക്കണം. പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നൂടെ വന്ദനം എന്നുമെൻ ഗാനമാ, നിന്നൂടെ വന്ദനം എന്നുമെൻ ഗാനമാ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സിനോയുടെയും സെലിന്റെയും ജീവിതത്തിൽ ദാനമായി നൽകിയ ഈ പൈതലിനെ അവളുടെ ജീവിതത്തിൽ ഉരുവായ നിമിഷം മുതൽ സ്വർഗ്ഗം ഇത്രത്തോളം സഹായിച്ചു. നല്ല നിലയിൽ ഒരു കർത്താവ് അവർക്ക് ജന്മം നൽകുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലം ദൈവസഭയായി നമുക്ക് ഒരുമിച്ച് ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവസഭ ചേർന്ന് നന്ദിയോട് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ച ഈ തലമുറയെ ദൈവസന്നിധിയിൽ വളർത്തിയെടുക്കുവാൻ ഇന്ന് പകൽക്കാലം തീരുമാനത്തോടെ കടന്നു വന്നിരിക്കുന്ന ഈ കുടുംബത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ പൈതലിനെ ഞങ്ങൾ തിരുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇവളെ ഗോവിയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവയാക്കണമേ. കർത്താവേ, തിരുവനന്തപുരത്തിൽ കാണപ്പെടുന്ന ഉത്തമ വനിതകളെ പോലെ ദൈവിക കൃപയിലും ദൈവികമായ വിവേകത്തിലും ജ്ഞാനത്തിലും ദൈവഭക്തിയിലും വളർന്നു വന്ന കർത്താവേ, അനുഗ്രഹീതമായ ഒരു തലമുറയായി പടയാക്കണമേ. ഇവൾ വളർന്നു വരുമ്പോൾ രോഗത്തിൽ നിന്ന് കാക്കണം, അനർത്ഥങ്ങളിൽ നിന്ന് കാക്കണം, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് പിടിപ്പിക്കണം. ദൈവമായ കർത്താവിന്റെ പ്രത്യേക സമ്പത്തായി സ്വർഗത്തിലെ ദൈവമേ ഇതിനെ വളർത്തുവാൻ ആവശ്യമായ കൃപ നൽകണമേ. ഇന്ന് പകൽക്കാലം ദൈവസഭയായി കർത്താവേ, ആയിരം ദൂതഗണത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മീക്കൽ സിനോ എന്ന് പേർ പറയപ്പെടുന്ന പൈതലിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യഹോവയാൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യഹോവയാൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിന്റെ പഥ്യോപദേശത്തിലും നിർമ്മല ബന്ധാവിലും വളർത്തുവാൻ ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ച പൈതലിനെ പ്രാർത്ഥിച്ച് ദൈവസഭയെ അനുഗ്രഹിച്ച് പിതാവിൽ നിന്ന് മേടിച്ച് ഈ മാതാവിന്റെ പക്കലേക്ക് ഞാൻ മടക്കി ഏൽപ്പിക്കുകയാണ്. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. തലമുറയായി ഞങ്ങളുടെ സംഗതമായിരിക്കുന്ന സ്വർഗീയ നല്ല ദൈവമേ, പ്രത്യേകമായി സന്ദർഭത്തിൽ തന്റെ മക്കൾക്ക് ദാനമായി നൽകിയ പൈതലുമായി തിരുസന്നിധിയോടടുത്ത് വരുന്നു. കർത്താവേ, ഈ പൈതൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായി തീരുവാൻ ജ്ഞാനത്തിലും ബുദ്ധിയിലും വിവേകത്തിലും ദൈവിക പരിജ്ഞാനത്തിലും ദൈവഭക്തിയിലും തിരുവനന്തപുരത്ത് കാണപ്പെടുന്ന ഉത്തമ വനിതകളെ പോലെ അനുഗ്രഹീതമായ ഒരു പൈതലായി ഇവൾ വളർന്നു വരും തോറും ദൈവകൃപ വളർന്നു വരുവാൻ ദൈവമായ കർത്താവേ, നീ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവവചനത്തിന്റെ ബന്ധാവിലും പഥ്യോപദേശത്തിലും വളർത്തുവാൻ ദൈവകൃപ നൽകണമേ. ഇന്ന് പകൽക്കാലം ദൈവസഭയായി ആയിരം ദൂതഗണത്തെ കാവൽ നിർത്തി കർത്താവേ, മിൽക്ക എന്ന് പേര് പറയപ്പെടുന്ന പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യഹോവയാൽ ഇവൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യഹോവയാൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യഹോവയാൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിന്റെ പഥ്യോപദേശത്തിലും നിർമ്മല ബന്ധാവിലും വളർത്തുവാൻ ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ച ഈ പൈതലിനെ പിതാവിൽ നിന്ന് മേടിച്ച് മാതാവിന്റെ പക്കൽ ദൈവസഭയായി ഞങ്ങൾ മടക്കി ഏൽപ്പിക്കുന്നു. ദൈവവചനത്തിലും പഥ്യോപദേശത്തിലും വളർത്തിയെടുത്ത് ദൈവസന്നിധിയിൽ ഇവിടെ നിർത്തുക. എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഞങ്ങളുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ,
പ്രത്യേകമായി സന്ദർഭത്തിൽ അങ്ങയുടെ പൊന്നുപാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. വിശേഷാൽ സ്റ്റെബിനും ലിൻഡുവിനും ദാനമായി നൽകിയ ഈ പൈതലുമായി അങ്ങയുടെ കൃപാസനത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അവളുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ അങ്ങയുടെ ദൃഷ്ടി പൈതന്മേലുണ്ടായിരുന്നു. തക്ക സമയത്ത് അനുഗ്രഹീതമായ വിടുതൽ കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ അവരുടെ കരങ്ങളിലേക്ക് പതിവിടയാക്കിയല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച കർത്താവേ, ഇവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ല ദൈവകൃപയിൽ, ദൈവിക പരിജ്ഞാനത്തിൽ, ദൈവിക വിവേകത്തിൽ, ദൈവഭക്തിയിൽ ഈ പൈതൽ വളർന്നു വരുവാൻ അങ്ങ് കൃപ നൽകുമാറാകണമേ. തിരുവനന്തപുരത്ത് കാണപ്പെടുന്ന ഉത്തമ വനിതകളെ പോലെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതലായി ഇവൾ വളർന്നു വരുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപകളും നൽകണമേ. രോഗത്തിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, ദുഷ്ടനിൽ നിന്ന് ഈ പൈതലെ കാത്തുകൊള്ളണമേ. ഇന്ന് പകൽക്കാലം ആ ദൈവസഭയായി 1000 ദൂതഗണത്തെ കാവൽ നിർത്തി ഷ്രൈൻ എന്ന് പേര് പറയപ്പെടുന്ന ഈ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യഹോവയാൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യഹോവയാൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ നിർമ്മല മന്ദാവിലും പത്യോപദേശത്തിനും വളർത്തുവാൻ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ പൈതലിനെ പിതാവിൽ നിന്ന് മേടിച്ച് ദൈവവചനത്തിന്റെ പന്താവിൽ വളർത്തുവാൻ മാതാവിന്റെ പക്കൽ ഞാൻ മടക്കി ഏൽപ്പിക്കുന്നു. വിശ്വസ്തയോടെ നിന്റെ ഉത്തരവാദിത്വം നീ ചെയ്തു കൊള്ളുക. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ ബ്രദറേബിക്കും ജിസിക്കും ദാനമായി നൽകിയ പൈതലുമായി തിരുപാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. കർത്താവേ, തിരുവനന്തപുരത്തിൽ കാണപ്പെടുന്ന ഉത്തമ ഭക്തന്മാരെ പോലെ ദൈവകൃപയിലും ദൈവഭക്തിയിലും ദൈവജ്ഞാനത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി വളർന്നു വരുവാൻ വേണ്ടി ദൈവസഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവൻ വളർന്നു വരുന്നതോറും അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ, രോഗങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ, ദുഷ്ടനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. ഈ ദേശത്ത് തികഞ്ഞ മാതൃകയോടെ വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയെ കണ്ടപ്പോൾ ഇവൻ എബ്രായ ബാലന്മാരിൽ ഒരുവനെന്ന് ഫറവോന്റെ പുത്രി പറഞ്ഞതുപോലെ ഈ പൈതൽ വളർന്നു വരുമ്പോൾ ഇവൻ ദൈവ പൈതലുള്ള കുടുംബത്തിൽ നിന്ന് എന്ന ദേശം പറയാത്ത നിലയിൽ ആത്മീയതയിൽ വളർത്തുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ് അഗ്നൽ എന്ന് പേര് പറയപ്പെടുന്ന ഈ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന പിതാവേ. ആമേൻ. യഹോവയാൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യഹോവയാൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യഹോവയാൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവവചനത്തിന്റെ നിർമ്മല പന്താവിനും പത്യോപദേശത്തിലും ഈ പൈതലിനെ വളർത്തിയെടുക്കുവാൻ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ പൈതലിനെ പിതാവിൽ നിന്ന് മേടിച്ച് ദൈവികമായ വചനത്തിൽ വളർത്തിയെടുക്കുവാൻ മാതാവിന്റെ പക്കൽ മടക്കി ഏൽപ്പിക്കുന്നു. ഉത്തരവാദിത്വത്തോടെ ഈ പൈതലിനെ വളർത്തിയെടുത്ത ദൈവകൃപയിൽ നിർത്തുക. മക്കളിൽ കാരുണ്യം താതനെന്നോണം, മക്കളിൽ കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യവാനവൻ ന്യൂനം, ഭക്തരിൽ വാത്സല്യവാനവൻ ന്യൂനം. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ,
ഇന്ന് പകൽക്കാലം ദൈവസഭയായി വീണ്ടും തിരുസന്നിധിയോട് ഞങ്ങൾ അടുത്ത് വരികയാണ്. പരിശുദ്ധ പിതാവെ, പ്രത്യേകിച്ച് ഹല്ലേലൂയ അല്ല ജോജോയ്ക്കും റിയയ്ക്കും ദാനമായി നൽകിയ ഈ പൈതലുമായി തിരുപാദത്തിലേക്ക് കടന്നു വരുന്നു. അവളുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ദൈവത്തിന്റെ ദൃഷ്ടി അവരുടെ മേലുണ്ടായിരുന്നു. തക്ക സമയത്ത് അത്ഭുതകരമായ വിടുതൽ കൊടുത്തു. ഇന്ന് പകൽക്കാലം പൈതലിനെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുവാൻ, യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെടുവാൻ, തികഞ്ഞ ഭക്തിയോടെ മാതൃകയോടെ വളർന്നു വരുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപകളും പൈതന്മേൽ അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുവനന്തപുരത്ത് കാണപ്പെടുന്ന അല്ല ധീരന്മാരായ ഭക്തന്മാരെ പോലെ ഹല്ലേലൂയ ദൈവിക ജ്ഞാനത്തിലും ദൈവികമായ വിവേകത്തിലും ദൈവഭക്തിയിലും വളർന്നു വന്ന് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ദൈവകരങ്ങളിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് അടുത്തപോലെ കർത്താവേ, ഹല്ലേലൂയ ഇവൻ വളർന്നു വരുമ്പോൾ ഇവൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗമെന്ന് പറയത്തക്ക നിലയിൽ ഇവൻ തികഞ്ഞ മാതൃകയോടെ ജീവിപ്പാൻ എല്ലാ കൃപകളും നൽകണമേ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുകയാണ്. അല്ല ദൈവസഭയായിട്ട് ആയിരം ദൂതഗണത്തിന്റെ കാവലില് ഹല്ലേലൂയ 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 ഫിലിപ്പ് എന്ന് പറയപ്പെടുന്ന ഈ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവസഭയായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഈ പൈതലെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ പൈതലെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ പൈതലെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിന്റെ നിർമ്മല ബന്ധാവിലും പത്യോപദേശത്തിലും വളർത്തിയെടുക്കുവാൻ അല്ല പിതാവിൽ നിന്ന് മേടിച്ച ഈ പൈതലിനെ ദൈവസഭയായി അല്ല ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുവാൻ മാതാവിന്റെ പക്കൽ മടക്കി ഏൽപ്പിക്കുന്നു. ഉത്തരവാദിത്തോടെ നിന്റെ പ്രവൃത്തി ചെയ്യുക. ഗോഡ് ബ്ലസ്. എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവരെ ഇത്രത്തോളം വളർത്തുവാൻ ജന്മം നൽകുവാൻ ഈ മാതാപിതാക്കൾക്ക് സഹായിച്ചു. ഇതിനെ തുടർന്ന് വളർത്തേണ്ടത് വലിയ ഉത്തരവാദിത്വം എന്നൊക്കെയാൽ അവരുടെ മേലും ഈ അവരുടെ വല്യമ്മ ഗ്രാൻഡ് പേരൻസിൻ്റെ മേലും ദൈവത്തിൻ്റെ കൃപ പകരേണ്ടതിനായി അവരെ അനുഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരങ്ങൾ അവരുടെ നേരെ നീട്ടട്ടെ. അവരുടെ മാതാപിതാക്കളുണ്ട്, പ്രിയ നാട്ടിൽ വന്ന പ്രിയ ആന്റിമാരുണ്ട്, അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസഭയായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് ആജ് ബ്രദർ പ്രാർത്ഥിക്കുമല്ലോ. സ്തോത്രം. ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട കർത്തൃ ദിവസത്തിനായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. കർത്താവെ, ഇന്ന് നടന്ന ഈ മഹനീയമായ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കയാൽ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഈ 5 കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ഈ ദേശത്ത് വളർന്നു വരുമ്പോൾ ദൈവകൃപയിൽ അവർ വളർന്നു വരട്ടെ. കർത്താവെ, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കുഞ്ഞുങ്ങൾ നിറയപ്പെടണം. സ്വർഗീയ ദൂതന്മാർ അവർക്ക് ചുറ്റുമുണ്ടാകണം. അവർ ആരോഗ്യമുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളായി ഈ ദേശത്ത് വളർന്നു വരണം. ദേശത്തിൻ്റെ യാതൊരു മാലിന്യങ്ങളും കർത്താവെ അവരെ തൊടുവാൻ ഇടവരരുത്. ദൈവകൃപയിൽ അവർ വളർന്നു വരട്ടെ. അവർ ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ച് മാതാപിതാക്കളെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ള മാതാപിതാക്കളായി അവർ നിലനിൽപ്പാൻ സ്വർഗം സഹായിക്കണം. കർത്താവെ, ബാലശിക്ഷയിലും പത്യോപദേശത്തിലും കർത്താവെ വളർന്നു വരുവാൻ, കർത്താവെ അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുവാൻ, ഹല്ലേലൂയ അവർക്ക് വേണ്ടുന്ന എല്ലാം നൽകി കൊടുക്കുവാൻ കർത്താവെ തൻ്റെ മക്കളെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശക്തിയാൽ അവർ നിറയപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ കർത്താവ് എല്ലാവരെയും കർത്താവ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ശുശ്രൂഷയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
എല്ലാവരെയും കർത്താവിൻ്റെ ദൈവ സാന്നിധ്യത്തിൽ, കർത്താവ് ദൈവകൃപയിൽ എല്ലാവരെയും മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ആശംസയായ ഒരു വേദഭാഗം വായിക്കുന്നു. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവയുടെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവയുടെ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം ഈ മകനീയമായ ശുശ്രൂഷ ആത്മസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, ദൈവസാന്നിധ്യത്തിന്റെ അകത്ത്, തേജസ്സിന്റെ അകത്ത് നിൽക്കുന്ന മകനീയമായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. വളരെ പ്രാർത്ഥനയോടെ ദൈവസഭ ആയിരിക്കാം. അപ്പോൾ അവർക്കുള്ള സർട്ടിഫിക്കറ്റ്, അവരുടെ കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്തതായ സർട്ടിഫിക്കറ്റ് കൈമാറ്റം ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദൈവസഭ ഇരുന്നാട്ട്. സ്തോത്രം. ഫിലിപ്പ് അലക്സ് സെക്കറിയ. ആർക്ക് ക്രിസ് ആഗ്നൽ. ഷൈൻ റോസ് സ്റ്റെബിൻ. മിഗൽ സിനോ. മിൽക്ക സിനോ. പ്രൈസ് ഗോഡ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ എല്ലാവർക്കും അവർക്ക് കൈയടിച്ചെന്ന് സന്തോഷം പകർന്നേ, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ. സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ധാരാളമായി. ഇനിയും തലമുറകളെയൊക്കെ ദൈവം നൽകി, തലമുറ ഇല്ലാത്തവർക്കും ദൈവം തലമുറ നൽകി. ദൈവസഭയെ വിശാലമാകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ദൈവമായി പോയിരിക്കാമല്ലോ. സ്തോത്രം. God bless you. God bless you. God bless you. Praise God. Hallelujah. Thank you Jesus. ദൈവമായ കർത്താവിന്റെ കൃപ കൂടിയിരുന്നല്ലോ. വീണ്ടും നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.